മാതൃഭൂമിയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിച്ച 6 വീടുകളുടെ താക്കോൽ കൈമാറി. കാവിലംപാറ, മരുതോങ്കര ഗ്രാമപഞ്ചായത്തുകളിൽ പണിത വീടുകളാണ് കൈമാറിയത്. നേരത്തെ വീടു ലഭിച്ചവർ കൂടി എത്തിയതോടെ ചടങ്ങ് കുടുംബ സംഗമം കൂടിയായി മാറി. അടുത്തതായി താക്കോൽ കൈമാറുന്നത് 6 കുടുംബങ്ങൾക്ക് ഒരുമിച്ച് ഒരേ വേദിയിൽ വീടിന്റെ താക്കോൽ. ഗുണഭോക്താക്കൾക്കും പങ്കെടുത്തവർക്കുമെല്ലാം മനസ്സ് നിറയെ സന്തോഷം. കാവിലംപാറ പഞ്ചായത്തിലെ പ്രശ്നക്കണ്ടിയിൽ പി സജീവ് സുനന്ദ, താനിയുള്ളതിൽ സുരേഷ്, പീടികയുള്ള പറമ്പത്ത് സിതാര ശ്രീനിഷ്, മരുതോമറമ്മിൽ എം പ്രമോദ്, മരുതോങ്കര പഞ്ചായത്തിലെ കൊട്ടോത്തുമ്മൽ വി പി റീന, പെരുമ്പ്രയിൽ പി കെ ദിനേശൻ എന്നിവരാണ് താക്കോൽ ഏറ്റുവാങ്ങിയത്. പദ്ധതിക്ക് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ വളരെ വലുതാണെന്ന് മാതൃഭൂമി MD MV ശ്രേയാംസ് കുമാർ പറഞ്ഞു. വീട് പണി നടക്കുമ്പോൾ അവിടെ സഹായിക്കുന്നതിൽ, സ്ഥലം നൽകുന്നതിൽ, മറ്റ് രീതിയിലുള്ള ഇപ്പോൾ ചില ആൾക്കാർ സിമെൻറ്റ് നൽകുന്നുണ്ട്, ചില ആൾക്കാർ കമ്പി നൽകുന്നുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ പരിശ്രമ ഫലമായിട്ടാണ് ഈ പദ്ധതികളുടെ നടപ്പാക്കാൻ സാധിക്കുന്നത്. അതിൽ തയ്യാറായി മുന്നോട്ട് വന്ന എല്ലാവരും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു, അവരോട് എൻ്റെ നന്ദി പറയുന്നു. ഈ 6 കുടുംബങ്ങൾ സന്തോഷത്തോടു കൂടി ചെറിയ വീടാണെങ്കിലും കെട്ടുറപ്പുള്ളൊരു വീട്ടിൽ സ്വന്തം കുട്ടികളെയും കൊണ്ട് താമസിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാവിലംപാറ, മരുതോങ്കര പഞ്ചായത്തുകളിലായി 36 വീടുകൾ എൻ്റെ വീട് പദ്ധതിയിൽ ഇതിനകം നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ചില വീടുകൾ നിർമ്മാണ ഘട്ടത്തിലുമാണ്. ഗുണഭോക്താക്കളിൽ ഭൂരിഭാഗം പേരും ചടങ്ങിനെത്തി തങ്ങളുടെ സന്തോഷം പങ്കുവച്ചു. ഇത്രയധികം വീടുകൾ നിർമ്മിച്ച് സമയബന്ധിതമായി നൽകുന്നു, ഏറ്റവും അർഹരായിട്ടുള്ളവർക്ക് നൽകുന്നു, പണി വേഗം പൂർത്തിയാക്കുന്നു, ഏറ്റവും ദൈന്യതയുള്ളവരെ കണ്ടെത്തുന്നു, വളരെ വേഗം പണി തീർക്കുന്നു. ഈ കാര്യങ്ങളിലെല്ലാം അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് മാതൃഭൂമിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാതൃഭൂമി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്, കാവിലംപാറ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായി അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഇതോടെ എൻ്റെ വീട് പദ്ധതിയിൽ കോഴിക്കോട് ജില്ലയിൽ നിർമ്മാണം പൂർത്തിയായ വീടുകളുടെ എണ്ണം 51ആയി. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.